നാണവില്ല മനുഷ്യ, നിങ്ങൾക്ക് ഇങ്ങനെ പരസ്യമായിട്ട് വളവിടെ എണീറ്റ് പോയെ. വെൽ ഡൺ മായ. ഹോ എന്റെ സാറ്റലൈറ്റ് ഭഗവതി. എന്തെങ്കിലും ഒന്ന് പറയടാ. ഈ സംഭവം അറിഞ്ഞപ്പോ മുതൽ ഇവ നിർബന്ധിക്കാ സിനിമയ്ക്ക്. ഞാൻ ഡയറക്ടറാണെന്നും പെന്നക്കാൾ ആവശ്യം അവൾക്കാന്ന് തോന്നുന്നു. അതിലെന്താടാ തെറ്റ്? അവളുടെ അച്ഛന്റെയും ചേട്ടന്റെ മുമ്പിൽ അവൾക്കൊന്ന് നിവർന്നു നിൽക്കണ്ടേ? അങ്ങനെ എടുത്തിയാട് ചെയ്യേണ്ടതാണോ സിനിമ? നന്ദേട്ടൻ അറിയാലോ, ഒരു വെറൈറ്റി സബ്ജക്ട് വെച്ച് നല്ലൊരു പടം, അതാ എന്റെ സ്വപ്നം. ഓക്കെ, ഇപ്പോഴാടാ അതിന് പറ്റിയ സമയം. ഇവയെ സ്വന്തമാക്കാൻ കൂടിയാവുമ്പോ അതിന് ത്രില്ല് കൂടും. മാത്രമല്ല, നിന്റെ പ്രൊഫഷനെയാ, നിന്റെ സ്വപ്നങ്ങളെ അയാള് വെല്ലുവിളിച്ചത്. ഒരിക്കലും നടക്കാത്ത കാര്യം പോലെയാ അയാൾ നിന്നെ പരിഹസിച്ചത്. ആ ചലഞ്ച് നീ ഏറ്റെടുക്കണം, നടത്തി കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് സ്വസ്ഥമായി ആലോചിച്ചൊരു സബ്ജക്റ്റ് ഉണ്ടാക്ക്. ബാക്കി കാര്യമൊക്കെ ഞാനേറ്റ്. എക്സ്ക്യൂസ് മീ, ഡബിൾ റൂം ഉണ്ടോ? ഐഡിയ കാർഡ് ഉണ്ടോ? ഇവ കുറിയ ഒറ്റയ്ക്ക് വിട്ടാ നീ ഉഴപ്പൂന്നറിയാം, അതാ ഞാനും കൂടെ വന്നേ. അപ്പൊ ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം വർക്ക് തുടങ്ങിക്കോ. ചേച്ചി, തിന്നാനോ കുടിക്കാനോ എന്തെങ്കിലും വേണോ? ഇപ്പൊ വേണ്ട. ഞാൻ നൂൺഷോയ്ക്ക് പോവാ, 2-3 മണിക്കൂർ കഴിഞ്ഞേ വരൂ. എന്തേലും വേണമെങ്കിൽ ഇപ്പൊ പറയണം. തൽക്കാലം ഒന്നും വേണ്ട, മോൻ ചെല്ല്. ഭക്ഷണം കഴിക്കാനല്ലാതെ പുറത്തിറങ്ങിന്നെങ്ങാനോ അറിഞ്ഞ അന്നേരം ഞാൻ കാണിച്ചുതരാം. അത് അപ്പൊ പിന്നെ നിന്നെ കാണുന്നത് എങ്ങനെയാ? ഓഹോ, അപ്പൊ അതായിരുന്നു അല്ലേ? സ്ക്രിപ്റ്റ് തീർത്ത് കഴിഞ്ഞ് കണ്ടാ മതി. 3 നേരം മുടങ്ങാതെ ഞാൻ വിളിച്ചോളാട്ടോ. എന്താ പോരെ? അപ്പൊ ശരി, ഞാൻ വൈകിട്ട് വിളിക്കാം. പോലെ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട്. അയ്യടാ, ദേ ഓഫീസിൽ പഞ്ചിങ് ആണെന്ന് അറിയാലോ, മര്യാദക്ക് ഇരുന്ന് എഴുതിക്കോണം. എന്താ ചേച്ചി വർക്ക് ചെയ്യണുണ്ടോ എന്ന് നോക്കിയതാ. അല്ലല്ല, AC. ഓ, എന്തൊരു ചൂട്. സാർ, ഇവിടുത്തെ പയ്യൻ പറഞ്ഞു സാർ ഇവിടെ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതാൻ താമസിക്കാന്ന്. അതറിഞ്ഞപ്പം സാറിനെ ഒന്ന് കാണണമെന്ന് തോന്നി.
കുറെ നേരമായി എത്തിയിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി വെയിറ്റ് ചെയ്യായിരുന്നു. ഇരുന്നിരുന്ന് ഉറക്കിപ്പോയി. വരൂ. അല്ല, എനിക്ക് മനസ്സിലായില്ല. ഞാനും ഒരു എഴുത്തുകാരനാ. പേര്? നകുലൻ. പക്ഷേ അതൊന്നും ആർക്കും അറിയില്ല. പേര് ഞാൻ പണ്ടേ വിറ്റതാ, നക്കാപ്പിച്ചയ്ക്ക്. പഴയ പല സംവിധായകരുടെയും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയതാ. കിട്ടിയത് തുച്ഛമായ കാശാണെങ്കിലും അന്നത്തെ എന്റെ അവസ്ഥയിൽ അത് വലിയൊരു തുകയായിരുന്നു. ഡൈയിങ് ഇൻ ഹാർനസില് അച്ഛന്റെ ജോലി എനിക്ക് കിട്ടിയപ്പം കുടുംബത്തിന് വേണ്ടി സിനിമ വിടേണ്ടി വന്നു. ഓ, അപ്പോ ഗവൺമെന്റ് എംപ്ലോയി ആണല്ലേ? അതെ. ഇടുക്കി പൈനാവ് വില്ലേജ് ഓഫീസിലെ വില്ലേജ് മാൻ, പ്യൂണെ. എന്നെ കാണാമെന്നത്? പ്രാരാബ്ധങ്ങൾക്ക് വേണ്ടി വഴിവിട്ടു പോയെങ്കിലും എന്റെ ഉള്ളിൽ നിന്ന് സിനിമ മാഞ്ഞു പോയിട്ടില്ല. കാലത്തിനൊപ്പം സിനിമ മാറിയപ്പം അതിനൊപ്പം എന്റെ മനസ്സും സഞ്ചരിച്ചു. അങ്ങനെ ഏറെ നാളത്തെ ചിന്തയ്ക്കൊടുവിൽ ഞാനൊരു തിരക്കഥ ഉണ്ടാക്കി. ഒരു പുതുമയുള്ള സബ്ജക്ട്, ഇപ്പോഴത്തെ ജനറേഷന്റെ ഒരു പച്ചയായ ചിത്രം. ഈ സ്ക്രിപ്റ്റുമായി എന്റെ പഴയ സുഹൃത്തുക്കളായ ഇപ്പോഴത്തെ ചില പ്രശസ്തരായ ഡയറക്ടർമാരെ ഞാൻ സമീപിച്ചു. ഒന്ന് കേൾക്കാൻ പോലും ഒരു മനസ്സ് കാണിച്ചില്ല. പ്ലീസ്, സാറെങ്കിലും ഇതൊന്ന് വായിച്ചു നോക്കണം. സാറിന് ഇത് ഇഷ്ടപ്പെട്ട് സിനിമയാക്കിയാൽ എനിക്ക് തിരിച്ചു കിട്ടുന്നത് എന്റെ മകളുടെ ജീവനായിരിക്കും. മൂത്ത മകൾക്ക് കിഡ്നിക്ക് ചെറിയൊരു പ്രശ്നം. ചെറുതെന്ന് ഡോക്ടർ വെറുതെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാ. അതുകൊണ്ടാണല്ലോ ഓപ്പറേഷൻ ഉടനെ വേണമെന്ന് പറഞ്ഞത്. എന്റെയും ഭാര്യയുടെയും കിഡ്നി അവൾക്ക് മാച്ച് ആകുന്നില്ല. അതുകൊണ്ട് ആശുപത്രിക്കാര് തന്നെ ഒരു ഡോണറെ കണ്ടുപിടിച്ചു. പക്ഷേ ഓപ്പറേഷൻ നടത്താൻ 5-6 ലക്ഷം രൂപ വേണ്ടി വരും. ഉള്ളതൊക്കെ വിറ്റുപിറക്കിയും വായ്പ എടുത്തും 3-4 ലക്ഷം രൂപ ഒപ്പിച്ചു. ഇനി എന്റെ ലഭിക്കാൻ ഈ സ്ക്രിപ്റ്റ് മാത്രമേ ഉള്ളൂ സാർ. ചേട്ടൻ സമ്മാനമായിട്ട് പോയിക്കോ, വായിച്ച് ഞാൻ വിളിക്കാം. എക്സലന്റ് സ്റ്റോറി. പിന്നെ നീ പറഞ്ഞ പോലെ ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ പ്രൊഡ്യൂസർ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ കഥ എഴുതിയാളുടെ പേരെന്താന്ന് പറഞ്ഞു? നകുലൻ. നീ ഒരു കാര്യം ചെയ്യും, അയാൾ വിളിച്ചിട്ട് ഡയലോഗ്സ് ഒക്കെ എഴുതിക്കൊള്ളാൻ പറ. അപ്പോ ഇതിനെ ഉറപ്പിക്കല്ലേ? ഡൺ. വേണ്ട സാർ, സാറിന് അറിയാലോ ഞാനിപ്പോ അത് എഴുതാനുള്ള മാനസികാവസ്ഥയിലല്ല. അതുകൊണ്ട് ഡയലോഗ് സാറ് തന്നെ എഴുതിയാൽ മതി. മാത്രവുമല്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് NOC എടുക്കണം. അതിനൊരുപാട് ഫോർമാലിറ്റീസും ഉണ്ട്. അറിയാലോ സാറേ, എനിക്കതിനുള്ള സമയവുമില്ല. കഥ, തിരക്കഥ, സംഭാഷണം സാറിന്റെ പേര് വെച്ചാൽ മതി. അയ്യോ, അത് ശരിയാവില്ല. ശരിയാകും സാറേ. എന്നെ സംബന്ധിച്ചിടത്തോളം പേരല്ല, പണമാണ് ആവശ്യം. അത് എത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ച് തന്നാൽ മാത്രം മതി. ഉം. ഓ, ശരി.